വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ റെസിപ്പീസ് വിത്ത് മീനു. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നല്ല ഫ്രഷ് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. കൂന്തൽ, കണവ, അങ്ങനെ പല പല പേരുകളിൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടും. അപ്പോൾ ഞാൻ നല്ല റൗണ്ടിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറാണ് വേണ്ടത്. കുക്കറിലേക്ക് നമുക്ക് കഴുകിയെടുത്ത കൂന്തൽ ഇട്ട് കൊടുക്കാം. കൂന്തലിട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മുങ്ങി നിൽക്കുന്ന പാകത്തിന് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടിയിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. നമുക്ക് ഈ കൂന്തൽ ഒരു 15 മിനിറ്റ് വേവിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ കൂന്തൽ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടായിരിക്കും. നമുക്കൊരു മൺചട്ടി എടുത്തിട്ട് ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 സവാള, 4 മീഡിയം സൈസ് സവാള, കുഞ്ഞ് സവാള അരിഞ്ഞത് ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുത്തോണ്ട് നമുക്കിതൊന്ന് വേഗം സോട്ടായിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് അതിൻ്റെ ഒരു വെള്ളമൊക്കെ മാറി നല്ലൊരു ഇതായിട്ട് കിട്ടും. ഇനി ഞാനൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് വരെ ഒരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഉള്ളിയും ഇഞ്ചിയും പേസ്റ്റും ഒക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല നല്ലപോലെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളി മുറിച്ചത് കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ച പോകുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റിലാണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. അതാ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെയും കൂടെ ഒരു പച്ച പോകുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ എത്ര സമയം നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നു അത്രയും ടേസ്റ്റ് കറിക്ക്, അതായത് റോസ്റ്റിന് നല്ലപോലെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂന്തൽ ഒഴിച്ചു കൊടുക്കുക ഇതിനകത്തേക്ക്. കണ്ടില്ലേ, ആ കൂന്തലിൻ്റെ വെള്ളമൊക്കെ ഇതിലിറങ്ങി വന്നിട്ടുണ്ട്. ആ കൂന്തലിലേക്ക് നമ്മൾ ആ മിക്സിനകത്തേക്ക് നമ്മൾ ആ കൂന്തലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല ഭംഗിയോടെയും ഭയങ്കര ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് അങ്ങനെ വെച്ചിട്ട് ഈ കൂന്തലിൽ നിന്നുള്ള വെള്ളം നമ്മൾ ഇറങ്ങിക്കോളും. വെള്ളം ഒഴിക്കാതെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കൂന്തൽ റോസ്റ്റ് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് വെച്ചെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ്റ്റ് നല്ലൊരു റോസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഗ്രേവിയൊക്കെ ഇതിൽ പിടിച്ചിട്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു കോമ്പിനേഷനാണ്. നല്ലൊരു മസാലയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു. നിങ്ങൾ കുക്കിംഗ് ടൈമിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. ഓവർ കുക്കായി പോയാൽ റബ്ബറി ആയിപ്പോവും.
അതുകൊണ്ട് 15 മിനിറ്റ് പിന്നെ 5 മിനിറ്റ് അത്രയും മാത്രമേ കുക്ക് ചെയ്യാൻ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് റബ്ബറി ആയിപ്പോൾ. അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ശരി, താങ്ക് യു, ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.